ഹലോ, ഇന്ന് നമ്മൾ പഠിക്കുന്ന പുതിയൊരു കാര്യം, അതായത് നേരത്തെ നമ്മൾ ഗ്രാഫ് വരച്ചിരുന്നത്, ആ ഗ്രാഫിനെ കുറിച്ച് തന്നെയാണ്. ഇത് ഡബിൾ ബാർ ഗ്രാഫാണ്. എന്താണ് ഡബിൾ ബാർ ഗ്രാഫ്? ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സെയിം കാര്യം തന്നെ രണ്ട് ഡാറ്റ പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു പിക്ചർ നമുക്ക് എന്താ പറയുന്നത് അറിയോ? ഇത് 2015 ജാനുവരി അല്ല, ജൂൺ 1 മുതൽ ജൂൺ 5 വരെയുള്ള ഒരു ഡേറ്റയാണ് തന്നിട്ടുള്ളത്. ഒരു ക്ലാസ്സിൽ എന്താ പറയുക, പ്രസന്റ് ആയ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും. ഇവിടെ ഈ ലൈറ്റ് കളറായിട്ട് മാർക്ക് ചെയ്തത് ബോയ്സിൻ്റെ എണ്ണം, ഡാർക്ക് കളറിൽ മാർക്ക് ചെയ്തത് ഗേൾസിൻ്റെ എണ്ണമാണ്. 2015 ജൂൺ 1 മുതൽ ജൂൺ 5 വരെയുള്ള ഡേറ്റയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് നോക്കാം, ഈ ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ജൂൺ 1 ഇവിടെ പ്രസന്റ് ആയ ബോയ്സും ഗേൾസും ആണ്. അപ്പോൾ ബോയ്സിൻ്റെതും ഗേൾസിൻ്റെതും ഒരേ ഡേറ്റിലുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. രണ്ട് ആളുകളുടെ ഡേറ്റ വെറൈറ്റി ആണ്, ബട്ട് ഇത് സെയിം ഡേറ്റിലാണ്. അപ്പോൾ ഒരു സെയിം ഡേറ്റിൽ തന്നെ രണ്ട് ഡാറ്റ വരുമ്പോൾ നമ്മൾ രണ്ട് ഗ്രാഫ് പോലെ ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഓരോ കുട്ടികളിലും എന്താ പറയാ, ഒരു ദിവസം പ്രസന്റ് ആയതാണ്. ഇപ്പൊ നോക്കി, ഇവിടെ ബോയ്സ് എത്രയാണ്? 23 ആണ് അല്ലെ? ഇവിടെ 23 ആണ്. ഇവിടെ ഗേൾസ് 26 ആണ്. ഇവിടെ രണ്ടാളും 26 ആണ് പ്രസന്റ് ആയത്. ഗേൾസ് 23ഉം ബോയ്സ് 25. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എന്നാലും നമുക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു ഡേറ്റ, അതായത് ഒരു ദിവസം എത്ര പേര് പ്രസന്റ് ആയി എന്നൊക്കെ ഉള്ളത്. അതായത് ഇതാണ് ടേബിൾ. ഇത് എന്താന്ന് വെച്ചാൽ, ഇത് ഓരോ ദിവസം ഇതാണ് 1 പ്രസന്റ് ആയ ബോയ്സിന്റെ എണ്ണം, ഗേൾസിന്റെ എണ്ണം, എന്നിട്ട് ടോട്ടൽ എത്രയാണ്. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഇവിടെയുള്ള ബോയ്സിന്റെ എണ്ണം എത്രയാണ്? ഇവിടെയുള്ള ബോയ്സിന്റെ എണ്ണം 23 ആണ്. അടുത്തതിൽ ബോയ്സിന്റെ എണ്ണം 26 ആണ്. നെക്സ്റ്റ് ബോയ്സിന്റെ എണ്ണം ഇവിടെ എത്രയാണ്? 25. അടുത്ത ബോയ്സിന്റെ എണ്ണം ഇവിടെ എത്രയാണ്? 25 അല്ലേ? അല്ല, 24. 25 അല്ലേ? അടുത്തതോ? അടുത്ത 28. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കേണ്ട അറിയാം? ഇനി നമുക്കുള്ളത് ഇതാണ്, എന്താ, ഗേൾസിൻ്റെ എണ്ണം. ഇവിടെ 26 ആണ്, അപ്പുറത്തും 26 ആണ്, ഇവിടെയും 26, ഇവിടെയും 26. ഇനി മൂന്നാമത്തെ ഡേറ്റിൽ ഗേൾസ് 23, നാലാമത്തെ ഡേറ്റ് എത്രയാണ്? ഇതിൽ ഗേൾസ് 26 അല്ല 27 ഒക്കെ വരുന്നുണ്ട് അല്ലേ? അടുത്ത ഡേറ്റിൽ ഗേൾസ് എത്രയാണ്? 6. ഇനി ഇതിൻ്റെ നമ്മൾ കാണാം. എങ്ങനെയാണ് ടോട്ടൽ കാണുക? നമ്മൾ ഗേൾസിൻ്റെ എണ്ണവും ബോയ്സിൻ്റെ എണ്ണവും കൂടെ ആഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ 23ഉം അതുപോലെ 26ഉം അല്ലേ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 49 കിട്ടും. 49. 26ഉം കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 52. 25ഉം 23ഉം കൂടെ ആഡ് ചെയ്താൽ 48. ഈ നെക്സ്റ്റ് 25 27 ചെയ്യുമ്പോൾ 52. ഇനി 26ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 54. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ടോട്ടൽ. എന്തൊക്കെ കാര്യം മനസ്സിലാക്കാം? ഏറ്റവും കുറവ് കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പ്രസന്റ് ആയത്? ഈ 14 ആണ്. ഏത് ദിവസമാണ്? അപ്പോൾ 49 കിടക്കുന്നത് 1 ആണ്. 48 അല്ലേ? 48 പറഞ്ഞാൽ 3. ഈ മൂന്നാമത്തെ ദിവസമാണ് ഏറ്റവും കുറവ് സ്റ്റുഡൻസ് പ്രസന്റ് ആയത്. ആൺകുട്ടികൾ ബോയ്സ് ഏറ്റവും 28, 5 ആണ് ബോയ്സ് ഏറ്റവും കൂടുതൽ വന്നത്. ഇനി അതേപോലെ നമുക്ക് ഏറ്റവും കുറവ് ബോയ്സ് എന്നാ വന്നത്? ഈ 23 എന്ന ഫസ്റ്റ് ഡേയിലാണ് ബോയ്സ് ഏറ്റവും കുറഞ്ഞത്. അതേപോലെ ഈ ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിലെ ഡിഫറൻസ് ഏറ്റവും കൂടുതൽ എന്നാ? ഇവിടെയുള്ള ഡിഫറൻസ് 3 ആണ്, ഇവിടെയുള്ള ഡിഫറൻസ് 3 ആണ്, ഇവിടെയുള്ളത് 2 ആണ്, ഇവിടെയുള്ളത് 2 ആണ്, ഇവിടെയുള്ളതും 2 ആണ്. അപ്പോൾ ഏറ്റവും വലിയ ഡിഫറൻസ് ഒന്നാമത്തെ ദിവസവും, അതുപോലെ തന്നെ ഇവിടെ 0 ആണ് അല്ലേ?
അപ്പോൾ ഒന്നാമത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഡിഫറൻസ് കാണുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.